എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം. ഞാൻ എന്താ പ്രത്യേകിച്ച് പറയാം, എനിക്ക് ഏറ്റവും അഭിമാനമുള്ള നിമിഷമാണിത്. എൻ്റെ ലൈഫിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് മൊമെന്റ്സ്. കാരണം 2018 തൊട്ടുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് ഞങ്ങളുടെ സിനിമകളിലൂടെ പ്രൂവ് ചെയ്താണ് ഞാനും അഭിലാഷായിട്ടുള്ള ബന്ധം. ഞങ്ങൾ 7 സിനിമകളായി ഇപ്പൊ ഒരുമിച്ച്. കടാവറിൽ തുടങ്ങുന്ന സമയത്ത് അഭിലാഷിന്റെ എന്താ പറയാ, സ്ക്രിപ്റ്റ് പറയാനും ഡയറക്ടേഴ്സിനെ വിളിക്കാനും ഒക്കെ ഉള്ള സ്പേസ് എന്റെ സ്റ്റുഡിയോ ആണ്. അവിടെ വന്ന് അവൻ ഇരിക്കാൻ ഒരുപാട് സമയം ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ഇരുന്ന് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും, ആൾക്കാരൊക്കെ വിളിച്ചുകൊണ്ടിരിക്കും. എങ്ങനെ ഒരു മനുഷ്യന് ഇത്ര അധികം ഫോൺ കോൾസ് ചെയ്യാനും ഒരു കോൾ പോലും മിസ് ചെയ്യാതെ എടുക്കാനും പറ്റുന്നത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, എനിക്ക് പരിചയമുള്ള ഏത് സംവിധായകനെ പറഞ്ഞാലും ആ സംവിധായകരോടൊക്കെ അവൻ കഥ പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് തന്നെ. പിന്നെ എന്താ ബന്ധം, മെഷീനാണോ എന്ന് വിചാരിക്കായിരുന്നു. പിന്നെ ആ ബന്ധം വളർന്ന് ഞാൻ ഇത്രയധികം ഇമോഷണൽ ആളിയ സൂപ്പർ. ഫസ്റ്റ് പ്രൊഡക്ഷൻ അവരുടെ ചെറിയ കാര്യമല്ല, ഒട്ടും ചെറിയ കാര്യമല്ല. അവന്റെ 7 വർഷത്തെ അവന്റെ വരവ് കണ്ട മനുഷ്യൻ എനിക്ക് അഭിമാനത്തോട് പറയും. ഇവിടെ ആരെക്കാട്ടിലും ഫസ്റ്റ് തൊട്ട് സ്ക്രാച്ച് തൊട്ട് കണ്ട ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇമോഷനോടൊരു കാര്യം ചെയ്തു തരുമോ? പകുതി പൈസക്ക് മ്യൂസിക് ഞാൻ വല്ല അത്യാവശ്യം വന്ന ആളുകൾ ഗൂഗിൾ പേ ചെയ്ത് 50,000 രൂപ എന്ന് പറയും. ഇനിയിപ്പോ പ്രൊഡ്യൂസർ ആണല്ലോ, എനിക്ക് ടെൻഷനില്ല. ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും നമസ്കാരം. ബെസ്റ്റ് വിഷസ്, അഭിലാഷ് പിള്ളൈ പ്രൊഡക്ഷൻസ്. ഇത് രഞ്ജനും എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. എനിക്ക് കുറച്ച് നല്ല കഥാപാത്രങ്ങൾ തന്ന് സ്നേഹം മാത്രമല്ല അഭിലാഷിനോട്. ഞാൻ പറഞ്ഞിട്ട് പലർക്കും, അതായത് സംഭവിച്ചുകൊണ്ടിരുന്നത്, നമ്മൾ തന്നെ ചാൻസ് ചോദിച്ചാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മൾ ചാൻസ് ചോദിച്ചിരിക്കുന്നു, നമ്മളോട് ചിലർ നമ്മളൊക്കെ പറയുന്നു, ഒന്ന് പറയാമെന്ന് പറയുന്നു. അപ്പൊ നമ്മുടെ ചാൻസ് പോകുന്നുള്ള പേടി ഉള്ളി വെച്ചുകൊണ്ട് തന്നെ നമ്മൾ പലരോടും ഇവർക്ക് വേണ്ടി, അതായത് ഒരു തേർഡ് പേഴ്സണിന് വേണ്ടി നമ്മൾ പറയുന്നു. അപ്പൊ നോക്കാന്ന് പറയുന്നു, എന്നിട്ട് നടക്കൂല. അങ്ങനെ എന്റെ ഒരു ഇതില് 2-3 പേരെ അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് കേട്ടുള്ളൂ. അതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രാവശ്യം കേട്ടിരിക്കുന്ന അഭിലാഷ് പിള്ളയാണ്. അപ്പൊ അഭിലാഷ് ഇപ്പം പ്രൊഡക്ഷൻ കമ്പനിയും കൂടെ തുടങ്ങിയ സ്ഥിതിക്ക് ഒരുപാട് പുതിയ ആൾക്കാർക്കും അല്ലെങ്കിൽ ഫെയിലായിരിക്കുന്ന ആൾക്കാർക്കും, നമ്മളെല്ലാരും ഫെയിലായിട്ട് പിന്നെ നമ്മൾ പതുക്കെയാണ് വിന്നിങ്ങിലേക്ക് എത്തിയത്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ഫെയിലായ ആൾക്കാർക്കും പുതിയ ആൾക്കാർക്കും ഒക്കെ അഭിലാഷ് ഉറപ്പായിട്ടും ചാൻസ് കൊടുക്കുന്നുള്ള എനിക്ക് ഉറപ്പാണ്. വിശക്കുന്നുണ്ട്, ഒരുപാട് വെച്ച് കിട്ടുന്നില്ല. ബെസ്റ്റ് വിഷസ് ടു പാബ്ലോ പാർട്ടി, ബെസ്റ്റ് വിഷസ് ടു ഉർവശി ചേച്ചി, കുഞ്ഞാറ്റ, അംജിത്, സിനീഷ്, ആരതി, ബിബിൻ, അബ്രഹാം, മേച്ചേരി. താങ്ക് യു. പ്രാവശ്യം പ്രസംഗിച്ചതാണ്. ചെറിയ കാര്യം കൂടെ പറയാം. മനുഷ്യന് ഏറ്റവും കൂടുതൽ ദേഷ്യം ഒരാളോട് തോന്നുന്നത് എപ്പോഴാണ് എന്ന് കണ്ടുപിടിച്ചത് ബെസ്റ്റെന്നിരിക്കുമ്പോൾ അവരെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കുന്നവരെയാണ്. ഒരു ചെറിയ ഹിന്റ് കൊടുത്തതേ ഉള്ളൂ. എല്ലാവർക്കും എല്ലാ ആശംസകളും. മുകേഷ് എന്നോട് ക്ഷമ. എന്റെ സീനിയറായിട്ടുള്ള മുകേഷ് അദ്ദേഹം പറഞ്ഞുകൊണ്ട് ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. അല്ല, ഞാൻ അപ്പൊ കഠിനാധ്വാനിയായ അഭിലാഷിനെയും ഉയരങ്ങൾ കീഴടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ പല വേദികളിലും പറഞ്ഞിട്ടുള്ളതാണ്, കണ്ണൂർ സ്ക്വാഡിന്റെ ആദ്യവാതിൽ എനിക്ക് തുറന്നത് എന്റെ സഹോദരത്തുള്ള അഭിലാഷ് തന്നെയാണ്. ഇതുപോലെ തന്നെ ഏത് കുണ്ടന്നൂരിലൊരു ഹോട്ടലിന്റെ ഒരു ബാൽക്കണി നിന്നിട്ടാണ് ഒരു 15 മിനിറ്റ് കൊണ്ട് എന്റെ കഥ പറയുന്നത്. ചേട്ടാ, അത് വളരെ പൊട്ടൻഷ്യലുള്ള തീരനധികാരം കൊണ്ട് പോലത്തെ ഒരു സിനിമയാണല്ലോ. ഇതുകൊണ്ട് നമുക്കത് മമ്മൂക്കൽ പിച്ച് ചെയ്തുകൂടാ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഒരു വാതിൽ എനിക്ക് തുറന്നു തന്ന് അതുവഴി അത് വലിയൊരു വിജയത്തിലെത്താനൊക്കെ സഹായിച്ചുള്ള ആദ്യ വ്യക്തി അഭിലാഷാണ്. അത് ഈ അവസരത്തിനോട് ഓർക്കുന്നു. പിന്നെ അതുപോലെ തന്നെ കൂടെയുള്ള ആൾക്കാരെ കൈപിടിച്ച് കയറ്റാനുള്ള ഒരു ഭാഗ്യം, അത് നമ്മളൊരു പ്രൊജക്ട് ഉണ്ടാക്കി കൊടുക്കുക മാത്രമല്ല, അതൊരു പ്രൊഡ്യൂസ് ചെയ്യാനുള്ളൊരു ഭാഗ്യം കൂടി അഭിലാഷിനെ കിട്ടി എന്നുള്ളത് മാത്രമല്ല, ഇതൊരു വലിയൊരു വിജയത്തിനും വിപിനും ആരതിക്കും ഇപ്പോൾ തന്നെ ഇതിൽ അഭിനയിക്കുന്ന എല്ലാ പേർക്കും ലഭിക്കട്ടെ എന്ന് ഞാൻ ഒന്നുകൂടി പ്രാർത്ഥിക്കുന്നു. സന്തോഷം. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.